മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ ചെയർമാൻ എന്ന നിലയിലുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സഭകളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് ദേശീയ തലത്തിലുള്ള പ്രധാന പാർട്ടികൾ എല്ലാം ആവശ്യപ്പെടുന്ന കാര്യം, ഇതിയുടെ റിവിഷൻ ആവശ്യമാണ്, ഇത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് സഭ മുൻപോട്ട് വയ്ക്കുക. ഇത് പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ ഈ കണ്ടുവരുന്ന ചില കാര്യങ്ങളിൽ ഉള്ള നിരീക്ഷണം അതാണ്. അതായത് ഇതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്ന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി ഈ കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അനേകം നിയമങ്ങളുണ്ട്. അതിപ്പോൾ പൊടുന്നനവേ ഇപ്പോൾ FCRI നിയമത്തിൽ വരുന്നതിന് എന്താ കാരണം? അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായി മനുഷ്യർക്ക് വരുന്നത് ഇതാണ്, ഇത് ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഇങ്ങനെ ഒരു പരിധിയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ ആ ആളിനെ കുറ്റം പറയാനാവില്ല. അതില്ലാതാക്കുകയാണ് ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. അത് ക്രൈസ്തവരെ മാത്രമല്ല, കേക്ക് എല്ലാവർക്കും നല്ലതല്ലേ? ക്രിസ്ത്യാനിക്ക് മാത്രമല്ലല്ലോ കേക്കിന്റെ മധുരമുള്ളത്, എല്ലാവർക്കും നല്ലതാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തണം, ഒരു വിഭാഗവും അകന്നു പോകരുത്. ദേശം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വവും സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ഭരണാധികാരിയുടെ മികവ്. അപ്പൊ അതുകൊണ്ട് അത് ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മുടെ പൊതുവായ നിലപാട്. അതിൽ വ്യത്യസ്തമായി നമ്മളത് ചിന്തിക്കുന്ന വിഷയമേ അല്ല. എനിക്കറിയാവുന്ന ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇനി ഞാൻ ഇപ്പോ ഈ TV-യിലൊക്കെ കാണുന്ന കാഴ്ച ചർച്ചയില്ല എന്നാണ്. ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ട ചർച്ചയില്ലെന്ന് ഇനിയും പറയുന്നത്. ചർച്ച ആരോട് നടത്തി? ഔദ്യോഗികമായി ഒരു ബോഡിയിലും ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇത് പൊതുവായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഒരു അപ്പെക്സ് ബോഡിയിലെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യുമ്പോൾ ക്ലാരിറ്റി വരുമല്ലോ. ഉദാഹരണത്തിന് അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റിക്ക്, ഇന്റേണൽ സെക്യൂരിറ്റിക്ക് തടസ്സം ഉണ്ടാകുന്നത് പോലെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹം കൊണ്ട് ഞങ്ങളോടൊന്ന് അറിയട്ടെ, ഞങ്ങൾക്ക് അവരെ തിരുത്തണമല്ലോ. അപ്പൊ അതൊരു വിശാലമായ ഒരു ചർച്ച വേണ്ടേ? ആ ചർച്ച നടന്നിട്ടില്ല. ഇനി ആ ചർച്ച ഇനിയും നടക്കാതിരിക്കേണ്ട കാര്യവുമില്ല.